പോലീസ് ഇത് പഴയത് ഇത്ര വർഷങ്ങളായതുകൊണ്ട് കേസ് കോടതി വഴി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. 10-16 പ്രാവശ്യത്തോളം പിണങ്ങിപ്പോയിട്ടുണ്ട്. 16 കൂടുതൽ പ്രാവശ്യം പിണങ്ങി പോകും, ഒരാഴ്ച നിൽക്കും, അത് കഴിഞ്ഞ് വരും. ഇങ്ങനെയായിരുന്നു. പലപ്പോഴും പിണങ്ങി പോകുമ്പോൾ നമ്മൾ പറയും അത് എൻ്റെ കുഴപ്പമാണെന്ന് പറയും. അലുമിനിയം ഫോസ്ഫേറ്റ് നീഡിൽ ഇപ്പോൾ ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നീഡിൽ വെച്ചും കൊടുത്തിട്ടുണ്ടാവാം. ഞാൻ സംശയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ലോ പോയിസണിങ് ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ കൊടുത്ത് ആന്തരിക അവയവങ്ങൾ നശിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ അതിൽ സക്സസ് ആകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം പിന്നെ മാരകമായി തന്നെ ഈ ഹോർലിക്സിൽ കലക്കി കൊടുത്തു. ഈ പാറശാല സ്റ്റേഷനിൽ അന്നിരുന്ന CA സമീപിച്ചപ്പോൾ വളരെ ലാഘവത്തോടു കൂടിയാണ് പുള്ളി അത് കൈകാര്യം ചെയ്തത്. ഈ മുരുകനെ വിളിച്ചപ്പോൾ പോലീസ് ഒന്നും മനസ്സിലാവാതെ തിരിച്ച് അസഫയും പറഞ്ഞു പോലീസിനോട്, മനസ്സിലായില്ലേ? അപ്പോൾ പോലീസ് പറഞ്ഞു ഇങ്ങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ 3-ൻ്റെ അന്നാണ് CA വരുന്നത്. അപ്പോൾ 3 ദിവസം ഗ്യാപ്പുണ്ടായി. അപ്പോൾ അവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കാം എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. കൊന്നിട്ട് എൻ്റെ ജോലി സ്വത്തും തട്ടിയെടുക്കുക എന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഒരു വീടുണ്ട്, അതിനെ എഴുതി വാങ്ങിക്കുന്നു എന്ന് പറയും. പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ഓർമ്മയുണ്ടാകും. കൃത്യം 1 വർഷം മുൻപ് മലയാളി വാർത്ത തന്നെ ഞങ്ങൾ തന്നെ നേരിട്ട് പോയി ഒരു വ്യക്തിയിൽ നിന്നും തേടിയറിഞ്ഞ കാര്യങ്ങളാണ് അത്. അന്നൊക്കെ തന്നെ കേരളം അതിഭയാനകമായി ചർച്ച ചെയ്തൊരു വിഷയവും കൂടിയാണ്. സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്നും 1 ഗ്ലാസ് ഹോർലിക്സ് വാങ്ങി കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് സംഭവിച്ചത് മരണമായിരുന്നു തൻ്റെ മുന്നിൽ കണ്ടത് എന്നായിരുന്നു. പാറശാല സ്വദേശിയായ KSRTC ജീവനക്കാരൻ കൂടിയായ സുധീറിനെ അങ്ങനെയൊന്നും തന്നെ ആർക്കും മറക്കാനിടയില്ല. ഈ സുധീറിനാണ് സ്വന്തം ഭാര്യയിൽ നിന്ന് തന്നെ ഇത്ര മോശം അനുഭവം ഉണ്ടായത്. ഇപ്പോഴിതാ ഈ ഭാര്യയിൽ നിന്നും തനിക്കുണ്ടായ ഈ മോശം അനുഭവം, അതിൽ സത്യാവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കി കോടതി ഇപ്പോഴിതാ ഈ കേസ് പുനരന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. സുധീർ നൽകിയ ഹർജിയിൽ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ഇപ്പോൾ ഈ ഒരു കേസിൽ വീണ്ടും പുനരന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. MU വിനോദ് ബാബുവാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റൂറൽ SP-യുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കണമെന്നും അന്വേഷണം പുരോഗതി കോടതിയെ അറിയിക്കണമെന്നുമാണ് വിധിയിൽ പറയുന്നത്. ഭാര്യ നൽകിയ കഞ്ഞി കുടിച്ചതും അതുപോലെ തന്നെ ഭാര്യ നൽകിയ ഹോർലിക്സ് കുടിച്ചതും മാത്രമാണ് തനിക്ക് ഓർമ്മയുള്ളത് എന്നും സുധീർ പറയുകയാണ്. കടുത്ത തലവേദനയും പിന്നീട് ബോധക്ഷയവുമാണ് ഉണ്ടായത്. അബോധാവസ്ഥയിലായിട്ടും ഭാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. രക്ഷിതാക്കളും പാറശാല ആശുപത്രിയിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരാണ് ഉള്ളിൽ വിഷമുണ്ടായിരുന്നുവെന്ന വിവരം അറിയിച്ചത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാൻ കല്യാണം കഴിഞ്ഞ് 16 വർഷം ഒരുമിച്ച് താമസിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലപ്പോഴും തലകറക്കം സ്ഥിരം ഉണ്ടാവാറുണ്ട്. തലകറക്കം അല്ലെങ്കിൽ ആദ്യം കയറിയ സമയത്ത് ഞാൻ വെളുപ്പിൽ 4:30-ക്കുള്ള ഡ്യൂട്ടി കയറാനാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേശ്ശെ ഓടിക്കാൻ പറ്റില്ല. വെളുപ്പിലഴിച്ച് വണ്ടി ഓടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ലേറ്റായുള്ള ഡ്യൂട്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ വല്ലപ്പോഴും തലയിറങ്ങി വീഴും. ഡിപ്പോയിൽ വെച്ച് പലപ്പോഴും തലയിറങ്ങി വീഴുന്ന അവിടെ നിന്ന് ആശുപത്രി കൊണ്ടുപോയി അതുപോലെ വീട്ടിൽ വരികയും ചെയ്തു. വേറെ ഡ്രൈവറെ കയറ്റി വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ 2018 ആയപ്പോൾ എനിക്ക് ഒരിക്കൽ വൈകുന്നേരം വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച് ചായയും കുടിച്ച് ഹോർലിക്സിട്ട ചായ ആയിരുന്നു. അതും കഴിച്ചിട്ട് പാറശാല വന്നപ്പോൾ തലയിറങ്ങി വീഴുകയും അവിടെ തലയിറങ്ങി വീഴുന്നതിനെ തുടർന്ന് എന്നെ അവിടെയുള്ള കൂട്ടുകാർ പരിചയക്കാർ ആശുപത്രി വെച്ച് ട്രിപ്പൊക്കെ ഇട്ട് രാത്രി 11 മണിയോടെ ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിട്ടപ്പോൾ എനിക്ക് വിട്ട് ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് രാവിലെ ആയപ്പോൾ ബോധമില്ല. വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ പാറശാല ആശുപത്രി കൊണ്ടുപോയിട്ട് നേരെ ഉച്ചയായപ്പോൾ പറഞ്ഞ് സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ അറിവാണ് എനിക്ക് ഓർമ്മയില്ലല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പിന്നെയും വല്ലപ്പോഴും എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. ഇവിടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രി പറയും വേറെ കുഴപ്പമില്ല, ലോ പ്രഷറാണ്, 2 കരിക്ക് വെള്ളം എന്തെങ്കിലും കൊടുക്കുമ്പോൾ മാറുമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരികയും ഇതിങ്ങനെ മാറി 2 ദിവസം ഡ്യൂട്ടിക്ക് പോകാതിരിക്കും. അത് കഴിഞ്ഞ് ലീവ് കറക്റ്റ് ചെയ്ത് ഡ്യൂട്ടി പൊയ്ക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പോയതിന് ശേഷം ഇവിടെ പോയി ഞാനാണെങ്കിൽ കൊറോണ സമയമായിരുന്നു, കാണാനില്ലെന്ന് പറഞ്ഞ് അറിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിൽ 3 ദിവസം വെന്റിലേറ്റർ കിടക്കുകയായിരുന്നു. പാറശാല കൊണ്ടുവന്ന ശേഷം മൊത്തം അവിടെ ഒരു 6 ദിവസം, പാറശാലം ഒരു 3 ദിവസം ഇങ്ങനെ കിടപ്പുണ്ടായി. അത് കഴിഞ്ഞ് വന്ന് പിന്നെ കുഴപ്പമില്ല, സ്നേഹമായിട്ട് കഴിഞ്ഞ് പോയായിരുന്നു. കുറച്ച് ഇടയ്ക്ക് വല്ലപ്പോഴും എനിക്ക് ചെറിയ തലകറക്കമുണ്ട്, ട്രിപ്പിടെ എന്തൊക്കെ ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ട്. അത് കഴിഞ്ഞ് ഈ കൊറോണ സമയത്ത് ഇവിടെ മിണ്ടാതെ ഇറങ്ങി വീട്ടിൽ നിന്ന് പോയി കളഞ്ഞ് കുട്ടികളെ കൊണ്ടുപോയി. അപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച് എടുക്കുന്നില്ലായിരുന്നു.
എടുക്കില്ല, ഞാൻ കാണാനില്ലെന്നൊരു കംപ്ലയിൻറ്റ് പാർസൽ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇവൾ പോയി കുറച്ച് ദിവസം പോലീസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് അവളെ അച്ഛൻ്റെ അടുത്തുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 6 മാസം വരെ വെറുതെ ഇരിക്കുകയായിരുന്നു. അല്ല, അവൾ വരണില്ലെന്ന് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണില്ല, ഞാൻ എൻ്റെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞായിരുന്നു. ശരിയല്ല. യഥാർത്ഥം പറഞ്ഞാൽ ഞാനാണെങ്കിൽ മദ്യപാനം ഒരു ദുശീലമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. മര്യാദയ്ക്ക് ഡ്യൂട്ടി മാത്രം കറക്റ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. വേറെ ക്ഷേത്ര ദർശനമാണ് മെയിനായിട്ട് കൂടുതൽ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കോവിലിരിക്കുകയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവളെ തുണിയൊക്കെ അലമാരയിൽ നിന്ന് മാറ്റാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ കവറും ഈ ഒരു വിഷം, അലുമിനിയം ഫോസ്ഫൈഡ് എന്ന് പറഞ്ഞ വിഷവും ഒരു ഡയബറ്റിസ് സിറിഞ്ചും അല്ലാതെ നീഡിൽ ഇതെല്ലാം കൂടെ ഒരു കവറിനകത്ത് ശിവകാശിയിലുള്ള ഒരു കവറാണ്, തുണിക്കടയിലുള്ള ആ കവർ. അതിനടുത്ത് ഈ പാഴ്സലായി വന്ന കവർ, കൊറിയൽ വന്ന ഈ കവർ ഇത്രയും ഉണ്ടായിരുന്നു. ഇതാണ് കിട്ടിയത്. ഈ കവർ അവിടെ തന്നെ മറച്ച് ഈ തമിഴ് കവറിൻ്റെ മുരുകൻ അയച്ചു കൊടുത്തിരിക്കുന്നു പ്രിയയ്ക്ക്. എന്നാൽ അവ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, വൈഫ് ഓഫ് മുരുകൻ എന്നാണ് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായ തെളിവ് നമുക്ക് ഈ കാര്യത്തിലുണ്ട്. ആണ് അതിനകത്തിരിക്കുന്നു. ഇത് മെഡിക്കൽ റിപ്പോർട്ട്സാണ്, മെഡിക്കൽ കോളേജിലുള്ള അതിൽ പോയിസണിങ് എന്ന് പ്രത്യേകിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ചാർജ് പേപ്പറിലും വ്യക്തമായി തന്നെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഉള്ളത് അലുമിനിയം ഫോസ്ഫേറ്റ്, ഒരു സിറിഞ്ച്, അലുമിനിയം ഫോസ്ഫേറ്റ് ഉണ്ട്, നീഡിൽ. അപ്പോൾ ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നീഡിൽ വെച്ചും കൊടുത്തിട്ടുണ്ടാവാം, ഇഞ്ചെക്ട് ചെയ്തിട്ടും ഉണ്ടാവാം. കണ്ടോ, ഇതാണ് വളരെ കൃത്യമായി ഉണ്ട് ഇതിൽ. ഫോൺ നമ്പർ വന്നിട്ട് ഇതിന് തിരുവനന്തപുരം കട്ട് ചെയ്തിട്ടുണ്ട്. പാർസൽ തിരുവനന്തപുരം കട്ട് ചെയ്ത് തമിഴ്നാട് അഡ്രസ്സ് കളയിക്കുള്ള എന്ന സ്ഥലവും അവിടുത്തെ പിന്നെ പാർസലെ പിന്നെ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് അവരുടെ ഫോൺ നമ്പർ ഇതാ എഴുതിയിട്ടുണ്ട്. ഇത് അവൻ്റെ അഡ്രസ്സ് ഇതാ കിടപ്പുണ്ട്, അവൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്. ഉള്ള സമയത്താണ് ഇത്. വർഷം കിട്ടിയിട്ട് അവൾ പോയി ഒരു 9 മാസം കഴിഞ്ഞ് കിട്ടിയത്. അല്ല, അവൾ ഈ സാധനങ്ങൾ മാറ്റാൻ ഈ പഴയ തുണികളൊക്കെ മാറ്റി ചുമ്മാ വെറുതെ വെച്ച് അവൾ പോയല്ലോ, എന്തായാലും എടുത്ത് മാറ്റി നശിപ്പിക്കാമെന്ന് പറഞ്ഞ് എടുത്തപ്പോഴാണ് ഇത് കണ്ടത്, ഇത് കിട്ടിയത്. സംശയം എനിക്ക് ഉറപ്പായത്. എന്തായാലും സുധീറിനുണ്ടായ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ സുധീറിനുണ്ടായ ഈ മോശം അനുഭവം കോടതിക്ക് കൃത്യമായി ബോധ്യമായെന്നും വിശദമായ 12 പേജോളമുള്ള വിധിപ്പകർപ്പാണ് കോടതി പുറത്ത് വിട്ടത് എന്നും ഈ സുധീറിന്റെ അഭിഭാഷകനായ KR ഷിജുലാൽ ഇന്ന് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അതെ, ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാണിച്ചുകൊണ്ട് ഇതിന്റെ കേസിന്റെ വാദി മിസ്റ്റർ സുധീർ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും ആ ഹർജിയിന്മേൽ ദീർഘമായി തന്നെ കോടതി വാദം കേൾക്കുകയും അപ്പോൾ അന്വേഷണം തിരുവനന്തപുരം ജില്ലാ റൂറൽ SP കൈമാറിക്കൊണ്ട് റൂറൽ SP റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നും ആ കോടതി അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കും അന്വേഷണമെന്നും ഉള്ള വിധിയിൽ പറയുന്നുണ്ട്. അന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ, തന്റെ പക്കൽ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്നടക്കം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ സാധൂകരിക്കാൻ അവരും പലതവണ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ പ്രതിഭാഗത്തുള്ളവര്. അപ്പോ കോടതിക്ക് ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. കോടതിക്ക് ഒരു ബോധ്യപ്പെട്ടിട്ടുണ്ടാവണമല്ലോ ഈ അന്വേഷണത്തിലൊരു വീഴ്ച സംഭവിക്കുന്നുണ്ട്, അന്വേഷണം നേരായ ദിശയിലല്ല പോകുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ അന്വേഷണം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ജില്ലാ പോലീസ് മേധാവി തന്നെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞൊരു ഉത്തരവ് ഉണ്ടാവാൻ അതായിരിക്കുമല്ലോ കാരണം. മാത്രമല്ല അതിൽ വളരെ ഈ 12 പേജുള്ള വളരെ ദീർഘമായിട്ടുള്ളൊരു വിധി പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. അതിൽ ഈ അന്വേഷണം ആദ്യം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും പിന്നെ ഈ അന്വേഷണം നേരായ ദിശയിൽ തന്നെയാണോ ഇതുവരെ നടന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കണമെന്നും എന്നൊക്കെ പറഞ്ഞ് വളരെ ദീർഘമായ ഒരു വിധിയാണ് വന്നിട്ടുള്ളത്.
വളരെ ആശാവഹമാണ് ഈ വിധി. വളരെ പ്രതീക്ഷ നൽകുന്നതാണ് സുധീറിനെ സംബന്ധിച്ചുള്ള. സുധീറിന്റെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചും വളരെ പരിപൂർണമായ തൃപ്തി തരുന്നതാണ്. മജിസ്ട്രേറ്റ് കോടതി 2 ശ്രീ വിനോദ് ബാബു അദ്ദേഹത്തിന്റെയാണ് ഈ നിർണായകമായ വളരെ നമുക്ക് പ്രതീക്ഷ നിർഭരമായ ഈ വിധി. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, അങ്ങനെയുള്ള ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, ഈ ശാസ്ത്രീയമായ തെളിവെടുപ്പിലേക്ക് വരെ പോകേണ്ടി വരുന്നത് മനസ്സിലായി. കുറച്ച് നാളായതുകൊണ്ട് ഇനിയിപ്പോൾ തെളിവുകൾ ശേഖരിക്കുക എന്നൊക്കെ പറയുന്ന വളരെ ദുർഘടമായ കാര്യങ്ങളാണ്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ആയിരിക്കും ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും. കോടതി ഈ വാദം നടക്കുമ്പോഴും കോടതിയിൽ അങ്ങനെ നമ്മൾ ഉന്നയിക്കുകയും കോടതി ആ രീതിയിലുള്ള പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായും ഞങ്ങൾ കരുതുന്നത് ഇത് ശാസ്ത്രീയമായ തെളിവെടുപ്പിലൂടെ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കണം. ഒരു പ്രതീക്ഷ, ഒരു വിജയത്തിലേക്കുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഈ ഒരു കോടതിയുടെ ഭാഗത്ത് നിന്ന്? തീർച്ചയായിട്ടും നമുക്ക് വളരെ ആശങ്ക ഉണ്ടായിരുന്നു നേരത്തെ. പാറശാല പോലീസിന്റെ അന്വേഷണത്തിൽ വളരെ ആശങ്ക നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഉത്തരവ് ലഭിച്ചതോടുകൂടി ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയാണ്. ഒരു നീതിയുടെ വെളിച്ചം ലഭിച്ചതായിട്ട് തന്നെയാണ് സുധീറും കരുതുന്നത്. ഞങ്ങളും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്.